തിരുവല്ല എം.എൽ.എ. മാത്യു ടി തോമസിന്റെ പേര് 2002-ലെ വോട്ടർ പട്ടികയിൽ ഇല്ല. BLO ആണ് എം.എൽ.എയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന കാര്യം അറിയിച്ചത്. SIR ഫോം പൂരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. താൻ എല്ലാ തവണയും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന വ്യക്തിയാണെന്നും 2002-ലെ തിരിച്ചറിയൽ കാർഡ് തന്റെ കൈവശമുണ്ടെന്നും മാത്യു ടി തോമസ് MLA പറഞ്ഞു. SIR തയ്യാറാക്കുമ്പോൾ എൻ്റെ പേര് ചേർക്കാൻ സാങ്കേതികമായി കഴിയുന്നില്ല എന്ന വിവരമാണ് ഞെട്ടിക്കുന്നതായിട്ട് എൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. 984 എൻ്റെ കന്നി വോട്ട്. 989 മുതൽ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് പാർലമെന്റിലേക്കാവട്ടെ, നിയമസഭയിലേക്കാവട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാവട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് നിയമപരമായി വോട്ട് ചേർക്കാൻ വേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് SIR എത്ര അശാസ്ത്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് പ്രകടമാണ്. 2002-ലെ വോട്ടർ ലിസ്റ്റിൽ പേര് കാണുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. 2002-ലെ ID കാർഡ് എൻ്റെ കൈവശമുണ്ട്, ഇലക്ഷൻ ID കാർഡ്. ID നമ്പർ കൊടുത്തിട്ടുണ്ട്. തിരുവല്ല നിയോജകമണ്ഡലത്തിലെ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിൽ അതുമായി ബന്ധപ്പെട്ട വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചിട്ട് പേര് കാണുന്നില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഞാൻ അത് സംബന്ധിച്ച് EROയ്ക്ക് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. EROയുടെ പരാതി തീർച്ചയായും ചീഫ് ഇലക്ടറൽ ഓഫീസറായ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അതിൻ്റെ പരാതി കൊടുക്കും. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഒരു MLAക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യരുടെ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എത്രമാത്രം ഈ പറയുന്ന സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് എന്ന് വ്യക്തമാവുകയാണ് മാത്യു ടി തോമസിൻ്റെ ആ പേര് ഇല്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിലൂടെ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2002-ൽ ഞാൻ വോട്ട് ചെയ്തതാണ്, ID കാർഡ് അടക്കം എൻ്റെ കൈവശം ഉണ്ട് എന്ന്. സുജു, ഷമി, വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ID കാർഡിൻ്റെ കോപ്പികൾ നമ്മൾ ഡെസ്കിലേക്ക് അയച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ID കാർഡിൻ്റെ ഉൾപ്പെടെ മാത്യു ടി തോമസ് ഹാജരാക്കി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അത് 98-ലെ മറ്റോ ID കാർഡാണ്. അതുൾപ്പെടെയാണ് മാത്യു ടി തോമസ് നൽകി ഇക്കാര്യം പറഞ്ഞത്. ഒരു ചെറിയ പിഴവുണ്ട്. നമ്മൾ ടിക്കറിൽ എഴുതി കഴിയുന്നത് വോട്ടില്ല എന്നല്ല, വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണ് അത് കാണിക്കേണ്ടിയിരുന്നത്. എന്തായാലും വോട്ടർ പട്ടികയിൽ പേരില്ല. 2002-ലെ, അതായത് ഈ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2002-ലെ വോട്ടർ പട്ടികയാണ്. ബേസ് വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. അവിടെയാണ് മാത്യു ടി തോമസിന് SIR ഫോം, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ SIR ഫോം പൂരിപ്പിക്കാൻ സാധിക്കില്ല എന്ന പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. രണ്ടുപേർക്കും ഈ വോട്ടർ പട്ടിക 2002-ൽ വോട്ടില്ല. മാത്യു ടി തോമസ് 1984 മുതൽ തുടർച്ചയായി വോട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നിയമസഭാ അംഗം തിരുവല്ലയിൽ നിന്നാകുമ്പോൾ അദ്ദേഹം മാവേലിക്കര അദ്ദേഹത്തിന് വോട്ടായിരുന്നു. പിന്നീട് തിരുവല്ലയിൽ തന്നെ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 5 തവണ 6 തവണ മത്സരിക്കുകയും 5 തവണ നിയമസഭാ അംഗമായ വ്യക്തി കൂടിയാണ് മാത്യു തോമസ്. ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി കൂടി. ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് മാത്യു ടി തോമസ്. അദ്ദേഹത്തിനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 2002-ലെ ബേസ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന വിവരം പുറത്തുവരുന്ന ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തുടങ്ങുകയാണ് മാത്യു ടി തോമസ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു MLAക്ക് അനുഭവമാണെങ്കിൽ ഈ തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ ആളുകൾക്ക് ഇത്തരം ഒരുപക്ഷെ വോട്ടർ പട്ടിക 2002-ൽ പേരില്ല എങ്കിൽ ഒരു പക്ഷേ ആ ആളുകൾ ഇത് കാര്യമായി ഗൗനിക്കണമെന്നില്ല.